നമസ്കാരം പ്രിയമുള്ളവരെ. രാഹുൽ മാങ്കൂട്ടം MLA-ക്കെതിരെയുള്ള ആദ്യത്തെ ഗർഭ കേസ് വന്നത് ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റിൽ ആ വാർത്ത ബ്രേക്ക് ചെയ്ത 2 ചാനലുകൾ അതിനുശേഷം കൈരളി ഏറ്റെടുക്കുകയും അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുകയും രാഹുൽ കോഴിയാണെന്നും കാളയാണെന്നൊക്കെ പറഞ്ഞ് BJP-ക്കാരെല്ലാം കൂടി പാലക്കാട്ട് DYFI-ക്കാരും കൂടി കറങ്ങി നടക്കുന്ന സമയത്ത് സതീശൻ ഇടപെട്ടിട്ട് ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ആദ്യമായി നടപടി സ്വീകരിച്ച ഞങ്ങളാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ആ കേസിൽ മാസങ്ങൾക്ക് ശേഷം രാഹുൽ വീണ്ടും സജീവമായി രംഗത്ത് വരികയും ആ സമയത്ത് രാഹുലിന് വേണ്ടിയുള്ള വരവൊരുക്കാൻ വേണ്ടി സതീശനെ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പാലക്കാട് പല പരിപാടികളിൽ പങ്കെടുക്കുകയും ശ്രീകണ്ഠൻ MP രാഹുലിനോടൊപ്പം പല വേദി പങ്കെടുക്കുകയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒന്നാം പരാതിക്കാരി പുറത്തു വന്നത്. ഒന്നാം പരാതിക്കാരി പുറത്തു വരാനുണ്ടായ ശരിയായൊരു കാരണമുണ്ട്. അത് നമ്മൾ കൃത്യമായ രീതിയിൽ അടുത്ത ഒരു വീഡിയോയായിട്ട് ചെയ്യുന്നുണ്ട്. അതിന് കൃത്യമായ കാരണമുണ്ടായിരുന്നു. ആ കാരണം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒന്നാം പരാതിക്കാരി വരികയും ഒന്നാം പരാതിക്കാരി വന്നതിന് ശേഷം മുൻകൂർ ജാമ്യത്തിൻ്റെ ഇത് നിൽക്കുകയും ആ മുൻകൂർ ജാമ്യം നിൽക്കുമ്പോഴും നിങ്ങൾ MLA എന്നൊരാളെ എപ്പോഴും പാർട്ടി സംരക്ഷിക്കുന്നുണ്ടല്ലോ, സസ്പെൻഡ് ചെയ്തല്ലേ ഉള്ളൂ എന്നുള്ള CPM-ൻ്റെയും BJP-യുടെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറി നിന്ന കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിലേക്ക് ആദ്യം മാധ്യമങ്ങൾക്കും അതിനുശേഷം KPCC പ്രസിഡന്റും രണ്ടാമതൊരു പരാതി വരുന്നു. ബാംഗ്ലൂരിൽ ഉള്ള പത്തനംതിട്ട സ്വദേശിയായ പെൺകുട്ടിയുടെ പരാതിയാണ് വന്നത്. അത് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി. അതിനകത്ത് 2 പേര് പ്രതികളായിരുന്നു. ഒന്ന് രാഹുൽ മാങ്കൂട്ടം, മറ്റൊന്ന് ഫെന്നിയായിരുന്നു. ഈ ഫെന്നി എന്ന് പറഞ്ഞാൽ സാധാരണ ഇത്തരം കേസുകളിൽ കൂട്ടുപ്രതിയായിട്ട് വണ്ടി ഓടിക്കുകയോ അതിന് സഹായം ചെയ്യുകയോ അല്ലെ പ്രതിയെയും അല്ലെങ്കിൽ ഈ വാദിയും കൊണ്ടു നടക്കുകയോ ചെയ്ത കേസിലെ പ്രതിയാക്കപ്പെട്ടാൽ അയാളെ അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം റിമാൻഡ് ചെയ്യുകയും അയാൾ ജാമ്യം എടുക്കുക വേണം. പക്ഷേ ഈ സമയം വരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെയും ഫെന്നിയെ അതിന് അറസ്റ്റ് ചെയ്യുകയൊന്നും പോലീസ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൊഴി പോലും എടുത്തിട്ടില്ലെന്നാണ് ആ കേസിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെയാണ് മൂന്നാമത്തെ കേസ് വരുന്നത്. അപ്പോൾ ആ രണ്ടാമത്തെ കേസ് വരുന്ന ദിവസം പാർട്ടിയിൽ നിന്ന് അയാളെ ഡിസ്മിസ് ചെയ്യുന്നു. പാർട്ടിയിൽ നിന്ന് എടുത്തു കളഞ്ഞു. ഈ പാർട്ടിയിൽ നിന്ന് എടുത്തു കളഞ്ഞ രേഖ രാഹുൽ മാങ്കൂട്ടത്തിന് ചെന്നിട്ടില്ല. കോൺഗ്രസിൻ്റെ ഭരണഘടന അനുസരിച്ച് ഒരു പാർട്ടി മെമ്പറെ നീക്കം ചെയ്യുന്നതിന് മുമ്പ് അയാൾക്ക് നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസിന് 2 മാസത്തിനുള്ളിൽ അയാൾ മറുപടി തരികയും 2 മാസത്തിൽ തീരുമാനമെടുത്തില്ല എങ്കിൽ ആ തീരുമാനം അനിശ്ചിതമായി പോവുകയാണെങ്കിൽ അത് അയാൾക്ക് അനുകൂലമായിരിക്കും എന്ന രീതിയിലാണ് പാർട്ടി ഭരണഘടനയുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണഘടന നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കിട്ടും. അതിനകത്ത് കൃത്യമായി അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ KPCC പ്രസിഡന്റ് വന്ന രണ്ടാമത്തെ പരാതി നേരെ പോകുന്നു, DGP-ക്ക് കൊടുക്കുന്നു. DGP അത് പോലീസിന് കൊടുക്കുന്നു. വീണ്ടും FIR ഇടുന്നു. രാഹുലിൻ്റെ ഒന്നാമത്തെ കേസിനകത്തുള്ള മുൻകൂർ ജാമ്യം അനുവദിക്കാതിരിക്കുന്നു. രണ്ടാമത്തെ കേസിൽ രാഹുലിൻ്റെ ജാമ്യം കിട്ടുന്നു. രാഹുൽ പുറത്തു വരുന്നു. ഈ സമയം കൊണ്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ അടുത്ത ഭരണം പിടിക്കാൻ വരുന്ന ആളിനെ തങ്ങളുടെ കൂടെയുള്ള എല്ലാവരും നല്ലവരാണ്, മാന്യന്മാരായ മുകേഷും ഗണേശും ഒക്കെയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്, അവരെല്ലാം സത്യസന്ധരാണ്, അവരങ്ങനെ ചെയ്തിട്ടില്ല, തീവ്രത കുറഞ്ഞുപോയി. പത്തനംതിട്ട ജില്ലാക്കാരിയായ പന്തളം സ്വദേശിയായ ലസിതകുമാരി എന്ന CPM നേതാവ് പോലും പത്രസമ്മേളനം നടത്തി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബലാത്സംഗത്തിൽ തീവ്രത കൂടുതലാണ്, മറ്റേ മുകേഷിൻ്റെ അത്ര തീവ്രതയില്ല. അന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് 35-36 വയസ്സും മുകേഷിന് 10-68 വയസ്സുമുണ്ട് എന്ന് നമ്മളത് പരോക്ഷമായി പറഞ്ഞു. എന്തായാലും അത് കൃത്യമായി ലസിതകുമാരി പറയുകയും ചെയ്തിരുന്നു. നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ കാര്യങ്ങൾ കടക്കുകയും ഈ ഓരോ പരാതി വരുന്നതിന് ശേഷവും രാഹുൽ ജയിലിൽ കിടന്നതിന് ശേഷവും രാഹുൽ രാഹുലിൻ്റെ ജനപ്രീതി വർദ്ധിക്കുകയും ആ ജനപ്രീതി വർദ്ധിക്കുന്ന ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴും രാഹുലിൻ്റെ ജനപ്രീതി വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അതിന് 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഈ പറഞ്ഞ ആൾക്കാരെല്ലാം തന്നെ വിവാഹിതരാണെന്നുള്ള കാര്യമാണ്. 2, ഇവരാരും തന്നെ രാഹുൽ അങ്ങോട്ട് ചെന്ന് ഇവരെ ആക്രമിക്കുകയല്ല, ഇവരെല്ലാം രാഹുൽ ഉള്ളിടത്തേക്ക് ചെല്ലുമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. മൂന്നാമത്തെ കാര്യം, ഒരാൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് റൂം എടുത്തിട്ട് രാഹുലിനെ കാത്തിരുന്നു. ഈ 3 കാരണങ്ങളും കൊണ്ട് സ്ത്രീകൾ പോലും രാഹുലിനെ അനുകൂലിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. രാഹുലിനെ പാലക്കാട് മത്സരിപ്പിക്കണമെന്ന രീതിയിൽ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയ സമയത്താണ് അടൂരിലൂടെ പുതിയുഗ യാത്ര കടന്നു പോവുകയും അവിടെ വെച്ച് പാലക്കാടിൻ്റെ MP ശ്രീകണ്ഠൻ രാഹുലുമായി സംസാരിക്കുകയും ചെയ്തു. എനിക്ക് കിട്ടുന്ന രഹസ്യമായ വിവരം അനുസരിച്ച് അതിനു മുമ്പ് തലേ ദിവസവും രാഹുലുമായി ഇവരിൽ പലരും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. സതീശൻ വന്ന ദിവസം സതീശനെ എടുത്തുകൊണ്ടുപോയ ആൾക്കാരിൽ ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത സുഹൃത്താണ്. കൂടാതെ ഫെന്നി നേനാൻ ഉൾപ്പെടെയുള്ള രാഹുലിൻ്റെ അടുത്തുവരെ സുഹൃത്തുക്കളാണ് മുൻനിരയിൽ നിന്ന് KSUവിനും യൂത്ത് കോൺഗ്രസിനും വേണ്ടി ഈ പറഞ്ഞ VD സതീശൻ സ്വാഗതം ഓതിക്കൊണ്ട് ജാഥ നയിച്ചു കൊണ്ടുപോയത്.
അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇന്നലെ ശരിക്കും പറഞ്ഞാൽ വളരെ പ്രാക്ടിക്കലായിട്ടും അതുപോലെ തന്നെ ശരിയായ തിരക്കഥയോടുകൂടി രാഹുൽ മാങ്കൂട്ടം പൊതുജന മധ്യത്തിൽ കോൺഗ്രസിൻ്റെ പാലക്കാട്ടെ എം പിയെ കാണുന്നു. അത് പാലക്കാട്ടേക്കുള്ള യാത്രയ്ക്കുള്ള തുടക്കമാണ്. പുതിയ യാത്ര തീരുന്നതോടുകൂടി പാലക്കാട് എത്തും രാഹുൽ എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഈ സാഹചര്യത്തിലാണ് സതീശനോട് കഴിഞ്ഞ ദിവസം പത്രക്കാർ ചോദിക്കുന്നു, എം പിയും എം എൽ എയും നിങ്ങൾ കണ്ട കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സതീശൻ പറഞ്ഞു, ഇല്ല, ഞാൻ കണ്ടാലും മിണ്ടും എന്ന് പറഞ്ഞു. നിയമസഭയിൽ വെച്ച് രാഹുലിനെ ചെന്ന ദിവസം പോലും സതീശൻ തിരിഞ്ഞു നോക്കുകയും ചെയ്യാതിരുന്ന സതീശൻ കൃത്യമായി പത്രക്കാരോട് പറഞ്ഞു, രാഹുലിനെ ഞാൻ കണ്ടാലും മിണ്ടും, അതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല, അത് വാർത്തയാക്കണ്ട എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം, രാഹുലിൻ്റെ കേസുകൾക്ക് ബലമില്ലെന്നും ആ കേസുകളൊക്കെ ചീറ്റിപ്പോകുമെന്നും കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമല്ല, അരിയാഹാരം കഴിക്കുന്ന എല്ലാവരും മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയതിൻ്റെ പുറത്ത് രാഹുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എങ്ങനെയെങ്കിലും ജയിലിലിടണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൻ്റെ പുറത്ത് പൂങ്കുഴിയിലെ IPSും കുറേ IAS IPSകാരെല്ലാം കൂടെ ചേർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും ചേർന്ന് നടന്ന നാടകവും തിരക്കഥയെ അനുസരിച്ചുള്ള പ്രവർത്തനമായിരുന്നു പാലക്കാട് ഹോട്ടലിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ പോലീസ് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയത്. അതാണ് സംഭവിച്ചത്. കേരളത്തിലെ പോലീസിനെ പറ്റി അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വാർത്തകളും വന്നിരുന്നു. നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പോലീസിൽ ധാരാളം നല്ല സുഹൃത്തുക്കൾ എനിക്ക് ഇപ്പോഴും നിലവിലുണ്ട്. അവരൊറ്റ കാരണം കൊണ്ടാണ് പലപ്പോഴും പോലീസിനെ മൊത്തത്തിൽ കുറ്റം പറയാൻ പാടില്ല. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവരിൽ പോലീസുണ്ട്. പോലീസിൻ്റെ ജനമൈത്രി പോലീസിന് വേണ്ടി മദ്യത്തിനെതിരെ ഞാൻ പല ക്ലാസ്സുകളും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് അവരുമായിട്ടൊരു നല്ല ബന്ധമുള്ളതുകൊണ്ട് ഞാനത് പറയുമ്പോൾ അവർക്ക് കൂടി വിഷമം ഉണ്ടാകുന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ വേണ്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് രാഹുലിൻ്റെ കോൺഗ്രസ്സിലേക്കുള്ള പ്രവേശനം അതല്ല എങ്കിൽ, തെരഞ്ഞെടുപ്പിന് ശേഷമേ കോൺഗ്രസ്സിലേക്ക് പ്രവേശനമുള്ളൂ എങ്കിൽ പോലും രാഹുൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്രനായിട്ടെങ്കിലും പാലക്കാട് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സനിച്ചേട്ടൻ അവിടെയുണ്ട്, പിന്നെ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ചേച്ചിയും പാലക്കാടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. അങ്ങനെ സതീശൻ്റെ ബോധ്യം മാറി വരുന്നു. തൻ്റെ ബോധ്യത്തിൽ നിന്ന് സതീശൻ അന്നെടുത്ത തീരുമാനം മാറി വരികയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം. ഒത്തിരി ട്വിസ്റ്റുകളിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുകൾ ഉണ്ടായിട്ടുള്ളത്. ആ ട്വിസ്റ്റുകൾ നമുക്ക് ഓരോന്നായി ഓരോ ദിവസങ്ങളിലോ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴോ നമുക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഏത് വിഷയവും തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഓരോ ദിവസവും ഓരോ വിഷയങ്ങളാണ്. എന്ത് സംഭവിക്കാം, മാറ്റങ്ങൾ പലപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കാം. അതാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് ഇന്ന് കോൺഗ്രസ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. പിടിച്ചു നിൽക്കാനുള്ള പിടിവള്ളി തേടിയുള്ള കോൺഗ്രസിൻ്റെ പ്രയാണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പോലും അതിശയിക്കേണ്ടിയും വരില്ല. നന്ദി, നമസ്കാരം.